ഓക്കെ. അപ്പയ്ക്കും ആര്യൻകുട്ടനും പേടിയുള്ള ഒരാളാരാ ഇവിടെ ഉള്ളത്? അമ്മ ആണോ? ഡൈനോസറിനെ ഉണ്ടാക്കാണ്. കുട്ടീനെ കളിപ്പിക്കാന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നാണ്. ഇപ്പൊ ഈ കുട്ടി എണീക്കാണ്ടായി. ഐ ആം പ്രൗഡ് ഓഫ് യു അപ്പ. താങ്ക് യു. ഞാൻ ചിക്കൻ മാത്രമല്ല ഞാൻ കഴിച്ച, ചിക്കൻ പീസും കഴിച്ചു ഞാൻ. ഇത്ര ഗുഡ് ബോയ് ആയിരുന്നു ഒരാള്. ഇതാണ് ആര്യൻകുട്ടന്റെ റൂമിന്റെ അവസ്ഥ. ഞാനിപ്പോ വന്നിട്ട് ഇരുന്ന എന്തിനാ വന്ന? ഞാൻ മറന്നുപോയല്ലോ. ആ മതി മതി, ഓഫ് ചെയ്യൂ. തുടക്കി ഡ്രസ്സിനല്ല, ടവലിന് തുടക്കി. ഒരു ഗേളിന് അതിപ്പോ ഇല്ല. മോളില് ഡോഗീസിന്റെ അടുത്തുണ്ടോ? ഇല്ല. അപ്പൊ എവിടെ ആയിരിക്കും? എന്റെ അമ്മേ, അതിന്റെ ഉള്ളിലായിരുന്നോ? ഞാൻ ചെട്ടനാടേക്ക് നേരിട്ട് പോയി ബീവറിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച സാരിയാണ്, ഹാൻഡ് പിക്ക് ചെയ്ത സാരിയാണ്. ഗുഡ് നൈറ്റ് പറ. സങ്കടം മാറിയില്ല. അത് ഉറങ്ങുമ്പോ ഇപ്പം മാറും. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2026 സ്റ്റാർട്ടിങ്? കുറേ കാലമായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വിചാരിച്ചു, മടി കൊണ്ടാണ് ചെയ്യാത്തത്. കാരണം ഒരു ലോങ് ഫോമാറ്റ് വ്ളോഗ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പണിയാണ്. എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു 2-3 ദിവസം അങ്ങനെ പോവും. പക്ഷെ എന്നാലും ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കൊന്ന് തുടങ്ങി നോക്കിയാലോ 2026 വ്ളോഗിങ് അഗെയിൻ. ആര്യൻകുട്ടനെ സ്കൂളിൽ വിട്ടില്ല. ഒരു 2 ദിവസമായിട്ട് അവന് ചുമയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ കുട്ടി റെസ്റ്റ് എടുക്കട്ടെ, അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ വിട്ടില്ല. ഇവിടെ ഉണ്ട്. ഇതാണ് ഒരാളുടെ ഇന്നത്തെ പണി. ഇന്ന് രാവിലെ ജിമ്മിൽ പോയി വന്ന് ഇരുന്ന ഇരിപ്പാണ്. ഡൈനോസറിനെ ഉണ്ടാക്കുകയാണ്. കുട്ടീനെ കളിപ്പിക്കാന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നാണ്. ഇപ്പൊ ഈ കുട്ടി എണീക്കാണ്ടായി. ഇവിടെ ഡൈനോസറിന്റെ മുഖമൊന്നും കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ ഇരുന്ന് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ഇത്ര ക്ഷമയൊന്നുമില്ല. നോക്ക്, ഇനി ഞാൻ മോനെ കാണിച്ചു തരാം. അതെ, ഇരുന്ന് ടി വി കാണുന്നല്ലേ എൻ്റെ മോൻ. ഹലോ, എല്ലാരും കാണട്ടെ ഇരുന്ന് ടി വി കാണുന്ന കേട്ടോ. ഈവൻ ടി വി കാണാതിരിക്കാനുള്ള കഠിനാധ്വാനത്തിലായിരുന്നു ഞാൻ. കാരണം ഒരു റൂം നിറയെ ടോയ്സ് ഒക്കെ രാവിലെ തന്നെ വാരി വിരിച്ചിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുഞ്ഞ് കളിക്കട്ടെ, കുട്ടികൾ കളിക്കല്ലേ, റൂം അലങ്കോലമായാലും എൻ്റെ കൺട്രോളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മോനെ വലിച്ചിടല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ 100% ഞാൻ അങ്ങനെ പറയാതിരിക്കാൻ ട്രൈ ചെയ്തു ഗൈസ്. ആൻഡ് യു വാണ്ട് ടു സീ ഹിസ് റൂം. ഇതാണ് ആര്യൻകുട്ടൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇതിൽ എന്ത് എവിടെയെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ഇതൊക്കെ ഞാൻ അടുക്കി പെറുക്കി വെക്കണം. കാരണം ഇവിടെ ഇപ്പോൾ തുടയ്ക്കണം. നമ്മുടെ ഇവിടെ ഇന്ന് ഇപ്പോൾ ഹെൽപ്പർ ഉണ്ട്, പുള്ളിക്കാരി ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം എന്നോട് പറഞ്ഞു ഇതൊക്കെ പെറുക്കി വെച്ചാൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന്. When we were younger, we used to sit on the grass and go, damn, I don't wanna grow old. Stay up all night singing songs on the terrace. We didn't mind sitting out in the cold. ഓക്കെ, അപ്പം എൻ്റെ ക്ലീൻ പരിപാടി കഴിഞ്ഞു. റൂം കാണിച്ചു തരട്ടെ. ഓക്കെ, ചിക്കൻ പീസ് കഴിച്ചോ ലഞ്ചിന്റെ കൂടെയോ? ഞാൻ ചിക്കൻ മാത്രമല്ല ഞാൻ കഴിച്ച, ചിക്കൻ പീസും കഴിച്ചു ഞാൻ. ഇത്ര ഗുഡ് ബോയ് ആയിരുന്നു ഒരാള്. മൈ ഗോഡ്. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ പുതിയ ഹെയർ സ്റ്റൈലാണോ. ഒരേ സ്റ്റൈൽ ഇങ്ങനെ ബോറടിച്ചപ്പം ഞാനൊന്ന് ഒരു ചേഞ്ചിന് ചെയ്തതാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് ജാനുവരി മന്ത് എനിക്ക് ഭയങ്കര മോശം മന്തായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ വിളിച്ചു 2026 തുടങ്ങുമ്പോൾ യെസ് ഐ വാസ് റെഡി, ഓൾ പോസിറ്റീവ്, ഓൾ ഗുഡ്. പക്ഷെ വല്ലാത്തൊരു മന്തായിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇപ്പോൾ ജാനുവരിയിൽ ആര്യൻകുട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ താഴെ കുട്ടികളൊക്കെ കൂട്ടി ചെറിയൊരു കേക്ക് കട്ടിങ്, ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച്. അപ്പം അതിൻ്റെ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, ഒരു റീലുണ്ട്. സത്യം പറഞ്ഞാൽ ആര്യൻകുട്ടൻ്റെ അതിന് മുന്നത്തെ ബർത്ത്ഡേയുടെ റീല് പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ ഇങ്ങനെയല്ലേ, എല്ലാം എടുത്ത് വെക്കും, ഒന്നും പോസ്റ്റ് ചെയ്യില്ല. ഈ വർഷം എനിക്ക് ആ ഒരു സ്വഭാവം മാറ്റണം. എടുത്തു വെക്കുന്നതെല്ലാം
നല്ലതാണോ മോശമാണോ നോക്കാതെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെയല്ല ഞാൻ വെക്കാം. എന്റെ ദൈവമേ, ആരും കൂട്ടി ഇന്നത്തെ സ്കൂളിൽ പോവാഞ്ഞേ പറ. ചുമയതുകൊണ്ട് ഇതെന്ത്, ഇത് ആര് ചെയ്തതാ? ഡൈനോ അപ്പ ആരും കൂട്ടി ഹെൽപ്പ് ചെയ്തില്ല അപ്പേനെ? ഹെൽപ്പ് ചെയ്തു. സാധനങ്ങളോ? ഓക്കെ, ഇതാണ് അപ്പൊ ഇതാണ് ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്നത്. എന്തോ ഒരു സ്കേറി സാധനം എന്നെ കൊല്ലാൻ വരാം. അപ്പൊ ഞാൻ അല്ല മോനെ, ചോറിന്റെ വായ കഴുകിയോ? ഇല്ലല്ലോ, ഏതല്ലേ വായലൊക്കെ. ആ ഇത് ഞാൻ എന്തോ ഒരു സ്കേറി സാധനം എന്നെ കൊല്ലാൻ വരുന്നത്. ഇതാണ് ഞാൻ. പിന്നെ ഇതാണ് അപ്പ അതിന് കൊല്ലുന്നു. ഞാൻ ചെയ്യല്ലേ? ഏയ് ആര്യം കുട്ടാ, എന്തോ ചെക്കനാ അത്. ഞാൻ വെച്ചു പോവേ. പോയിടാ നേരെ. പിന്നെ ആ മതി മതി, ഓഫ് ചെയ്യൂ. തുടക്ക് ഡ്രസ്സിനല്ല, ടവലിന് തുടക്ക്. ഇന്നലെ ഒരു ബുക്കിൽ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. ഒരു ബുക്കിൽ പിന്നെ അമ്പറതെടുത്തിട്ട് ഒരു ഗേളിന്റെ ഉടുപ്പില്ലേ. അമ്മ ഇന്ന് നീന്റെ ഫോണിൽ അല്ല, ഞാനേ അമ്പൂറ് കാണിച്ചു തന്നു. അമ്പൂറിന്റെ ടിവിയില്. ആ അമ്പൂറ് വീട്ടില. അമ്മ എന്നെ അമ്പൂറിന്റെ വീട്ടിലാക്കിട്ട് പോയപ്പോൾ. അമ്പൂർ ഏത് ഗേളിനാ ഫ്ലവർ കൊടുത്ത? ഗേളിനെ അറിയില്ല എനിക്ക്, ആണോ? പേരറിയില്ല ഗേളിന്റെ. പക്ഷെ ഫ്ലവർ കൊടുത്തിട്ടേ ഫ്ലവർ ഒറ്ററി അത് ഇഷ്ടല്ല. ഇനി വലിച്ചിടല്ലേ, സത്യമായിട്ട് വലിച്ചിടരുത് കേട്ടോ. അയ്യോ, ആര്യൻകുട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. കട്ടിലിന്റെ ഉള്ളിലുണ്ടോ? ബെഡിലില്ല. അയ്യോ, ടെഡി ബിയറിന്റെ അടുത്തുണ്ടോ? ഇല്ല. മോളില് ഡോഗീസിന്റെ അടുത്തുണ്ടോ? ഇല്ല. അപ്പൊ എവിടെ ആയിരിക്കും? എന്റെ അമ്മേ, അതിന്റെ ഉള്ളിലായിരുന്നോ? ആ നോക്കണേ. ഫസ്റ്റ് ചൊറിയട്ടേന്നോ? വീണ ഞാൻ ചിരിക്കും. നല്ല വേദനിക്കും അവിടെ എവിടെയെങ്കിലും ഇടിച്ച. ചിക്കൻ ബ്രസ്റ്റ്, ആ തക്കാളിക്കറി. എന്താ ചിക്കൻ ബ്രസ്റ്റ്? ഗോപുന് തക്കാളിക്കറി ഡയറ്റിൽ ഇല്ല ഗൈസ്. പക്ഷെ ഗോപു തക്കാളിക്കറി ഇല്ലാത്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് രണ്ടാമത് തക്കാളിക്കറി എടുക്കും. പിന്നെ ഇത് ബീൻസ് ഉപ്പേരി. ഓ, ഇന്ന് ആന്റി ഉള്ളതുകൊണ്ട് സദ്യ തന്നെ. പിന്നെ അപ്പൊ ഉപ്പേരി കഴിക്കുന്നതോ? വെറുതെ അറിയാട്ടോ, ഞാനൊരു ചോറും ഉപ്പേരിയും ഉണ്ടാക്കും. ഗോപു ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കും. ഇതാണ് ഞങ്ങളുടെ ഫുഡ്. ചെക്കൻ ടോയ്ലറ്റ് പോയിട്ടുണ്ട്, പോട്ടെ, നോക്കട്ടെ. ഞാനിപ്പോ വന്നിട്ട് ഇരുന്ന എന്തിനാ വന്ന് ഞാൻ മറന്നുപോയല്ലോ. നമുക്കിന്ന് കുറച്ച് കൊറിയേഴ്സ് അയക്കാനുണ്ട്. നൈക്കയിൽ നമ്മൾ പുതിയൊരു ന്യൂ ചെട്ടിനാട് കോട്ടൺ സാരി ലോഞ്ച് ചെയ്തിരുന്നു. ഒരു പൗഡർ ബ്ലൂ സാരി വിത്ത് നല്ല ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ ബോർഡേഴ്സ് ആയിട്ട് 2 കളർ ഷെയ്ഡ് വരുന്ന ബോർഡേഴ്സ് ആയിരുന്നു. ആ സാരി കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും ദാറ്റ് ഹാൻഡ്ലൂം സാരിയാണ്, ക്വാളിറ്റി നല്ലതാണ്. ഞാൻ ചെട്ടിനാടേക്ക് നേരിട്ട് പോയി വീവറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച സാരിയാണ്, ഹാൻഡ് പിക്ക് ചെയ്ത സാരിയാണ്. അപ്പം എടുത്ത് കൊണ്ടുവന്ന് ചെറിയ സ്റ്റോക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത്, പക്ഷെ ആ കുറേ നാളിന് ശേഷം ആ പിക്ചേഴ്സ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ റീൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ എന്തൊരു ബ്യൂട്ടിഫുൾ ആ ഒരു സാരിന്ന്. സോ യെസ്, നമ്മൾ പല സാരികൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗി തോന്നില്ലെങ്കിലും ഉടുത്ത് കഴിയുമ്പം വേറെ തന്നെ ഒരു ചാമാണ് ചില സാരീസ്.
നായികയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ന്യൂ ലോഞ്ചിൽ ആ സാരി കിടപ്പുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ചെറിയൊരു എഡിറ്റ് ഉണ്ട്, അത് തീർത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് കൊറിയേഴ്സ് അയക്കാനുണ്ട്. അപ്പോൾ അതും അയക്കണം. യെസ്, ടു മെനി തിങ്സ് ടു ഡു. നമ്മുടെ നായികയുടെ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്, കവേഴ്സ് എന്തൊക്കെയോ. അപ്പോൾ ശരി, ഞാൻ എഡിറ്റ് ആദ്യം തീർക്കട്ടെ. ആ, എന്റെ പൊന്നെ തല മുട്ടു അവിടെ. ഇല്ല. ചെയ്യല്ലേ മോനെ, പ്ലീസ്. ശരി, അങ്ങനെ ചെയ്യാം, പക്ഷെ ജമ്പ് ചെയ്യരുത്, തല ഇടിക്കും കേട്ടോ. ശരി, അമ്മ പോട്ടെ. ഓക്കെ, ബൈ. മഞ്ജുമ്മ പോയി വരാം കേട്ടോ. People would tell us to get a grip of ourselves and get a job. We didn't care what we were told, 'cause when we were younger, we used to sit on the grass and go, damn, I don't wanna grow old. I wish I could turn back time. അപ്പം നമ്മൾ ഇതേ വൈകുന്നേരം ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 5:58. ഇന്ന് ആര്യൻകുട്ടനെ സ്കൂളിൽ വിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ മോർണിംഗ് ജിം സെഷൻ വൈകുന്നേരത്തേക്കാക്കി. കാരണം ഗോപു മോർണിംഗ് വന്നു. അപ്പോൾ കുറേ കാലമായിട്ട് വ്ളോഗ് ചെയ്യാത്തതുകൊണ്ടേ എന്തോ ഒരു നമുക്കിതൊരു ശീലമാക്കാം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം യൂട്യൂബ് ലോങ് ഫോർമാറ്റ് വീഡിയോ നമ്മൾ ചെയ്യാത്തത് എത്ര നാളായില്ലേ. അപ്പോൾ ഇനി മോർ നമുക്ക് നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. ഒന്നാമത് എനിക്കിത് ഭയങ്കര പണി എന്നുള്ളതിനേക്കാളും ഞാൻ എപ്പോഴും നോക്കുക ഈ പെർഫെക്ഷൻ എന്നുള്ളൊരു കാര്യമാണ്. ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ എസ്തറ്റിക്കലി പ്ലീസിങ്, പെർഫെക്ഷൻ, അത് ഇത് ഇങ്ങനെ ഓവർ പ്രഷേർഡ് ആയിട്ടാണ് ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ പോകുന്നത്. ഒന്നിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഈ ടോക്ക് ലവ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ടോക്ക് ലവിൻ്റെ സെഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാം. അത് ഇതുപോലെ ഒരു കാറിലിരുന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഉറപ്പായിട്ടും. എനിവേയ്സ്, ജിമ്മിൽ ലേറ്റായി, ഞാൻ കയറി പോട്ടെ കേട്ടോ. കാരണം എൻ്റെ സെഷൻ കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനർക്ക് വേറെ ഒരു ക്ലയൻറ്റും കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. I wish I could turn back time. Stay up all night singing songs on the terrace. We didn't mind sitting out in the cold. It wasn't possible to make us embarrassed. We were free. Do you remember stealing smokes from your parents? Sometimes we got a bit out of control. When they found out we ran from home just to scare them, we were free. When we were 17. When we were 17. നമ്മുടെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് എൻ്റെ വർക്കൗട്ടൊക്കെ കണക്കായിരുന്നു. രണ്ട് ദിവസമായിട്ട് ഡയറ്റ് ശരിയല്ല. അപ്പം അങ്ങനെ അതിൽ നിന്നൊരു മാറ്റം. ഇന്നിപ്പം പതുക്കെ ട്രാക്കിലേക്ക് ഇങ്ങനെ കയറി. ഓക്കെ, ലെറ്റ്സ് ഗോ ഹോം. When we were younger, we used to sit on the grass and go, damn, I don't wanna grow old. Stay up all night singing songs on the terrace. We didn't mind sitting out in the cold. It wasn't possible to make us embarrassed. We were free. 160 million years മുന്നേ ഇവിടെ ഡൈനോസോർസ് ഉണ്ടായിരുന്നു. വന്ന് പൊട്ടി തെറിച്ച് അങ്ങനെ എല്ലാ ഡൈനോസറും മരിച്ചുപോയി. ആര്യൻകുട്ടൻ ഡൈനോസർ ഒബ്സസ്ഡ് ആണ് ഗൈസ്. എന്താ കാണുന്നേ? Any known asteroid impact in history, causing asteroid അതിനിടിച്ച് massive earthquakes, volcanic eruptions, and dinosaur tsunamis, sending huge amounts of debris into the atmosphere. Do you know what would happen if the largest asteroid in the solar system, known as Ceres, hit Earth? The impact would be catastrophic due to Ceres' size. ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾ ഈ ഡൈനോസേഴ്സ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കുന്നത്. ശരിക്കും ആര്യൻകുട്ടന് ഇത് ഭയങ്കര ഒബ്സഷൻ ആട്ടോ. ഫുൾ ടൈം ഈ ഡൈനോസേഴ്സ് എത്ര കാറ്റഗറീസ് ഉണ്ട്, ഇങ്ങനത്തെ ഓരോന്നിന്റെ പേരടക്കം അറിയാം. ഇത്രയും വലുതായിട്ടുള്ള എനിക്ക് ഡൈനോസർ എന്നുള്ള പേരല്ലാണ്ട് ഇനി പഠിക്കാൻ വേണ്ട, എനിക്ക് അറിയൂല. നല്ല എൻ്റെ കിച്ചണിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ ബാക്ക്ഗ്രൗണ്ട്? അയ്യോ, നാളെ സ്കൂൾ ഡേ ആണ്.
ആര്യൻകുട്ടാ വേഗം പരിപാടി നിർത്തിക്കോ, നാളെ സ്കൂളുണ്ട്. ഗൈസ്, ഞാനൊരു പസിൽ കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ പിക്ചർ പോലും ഉണ്ടായിരുന്നില്ല. അതായത് നത്തിങ്. ഈ പീസ് 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 മുറിഞ്ഞു കിടക്കുന്ന കുറെ സാധനങ്ങളായിരുന്നു. അവസാനം ഞാനത് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നിട്ട് എന്റെ സായുജ്യം അടഞ്ഞു. വെരി ടഫ്, വെരി ടഫ്. I am proud of you, Appa. താങ്ക് യു. അമ്മയോ? Amma also. അമ്മ എന്താ കുഞ്ഞു പ്രൗഡോ? ഡോക്ടർ പറയുമ്പോൾ പക്ഷെ കേൾക്കില്ല. അമ്മനോട് പറഞ്ഞു കൊടുക്കും ഡോക്ടർ. അപ്പൊ അമ്മ അങ്ങനെ എന്നോട് ഡോക്ടറിനാണോ പേടി? ഡോക്ടർ ഓക്കെ, അപ്പയ്ക്കും ആര്യൻകുട്ടനും പേടിയുള്ള ഒരാളാരാ ഇവിടെ ഉള്ളത്? അമ്മ ആണോ? അല്ലേ? ആ നമ്മൾ ആരാ എപ്പോഴും ചീത്ത അറിഞ്ഞോണ്ടിരിക്കുക? അമ്മ. ആ, പിന്നെ ആരാ പേടി ഉണ്ടാവാതിരിക്കുക? ഡൈനോസേഴ്സ് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. അപ്പൊ എന്റെ ഡിന്നർ എന്താന്ന് വെച്ചാ, എനിക്കൊരു ചിക്കൻ കഴിച്ചേ പറ്റുള്ളൂ. സോ അയ്യോ ശബ്ദം എന്താ എന്തോ ഇല്ല, ഞാൻ കിടക്കാം. എന്റെ കഴിഞ്ഞു. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ. ഞാൻ രാത്രി കഴിക്കാം ഒരു 100 ഗ്രാം ചിക്കനും ഒരു 50 ഗ്രാം സ്വീറ്റ് പൊട്ടാറ്റോ ആണ് മീൽ. വൈകുന്നേരത്തെ മീലാണത്. അപ്പൊ അത് എപ്പോഴും വിശക്കാത്തോണ്ട് ഞാൻ ഈ സമയത്ത് കഴിച്ചു. എനിക്ക് എന്താണെന്ന് അറിയില്ല, തീരെ വിശപ്പില്ലാത്തൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ തീരെ തോന്നുന്നില്ല, വിശക്കുന്നില്ല എന്ന്. ഞാൻ പിന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് കുത്തി കയറ്റാം. ഈ ചിക്കൻ ബ്രസ്റ്റ് എന്തെങ്കിലും കറി വെച്ച് കഴിച്ചാലോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ ചിക്കൻ ബ്രസ്റ്റ്. എനിക്കറിയില്ല ഡൈനോസറിനൊന്നും. എവിടെ കാണിച്ചിട്ടുണ്ടേ? ആകെ ഒരു ദിനോസർ. അതാണ് എനിക്ക് എന്റെ അമ്മയ്ക്കൊക്കെ അറിയുന്നത്. എനിക്കാണ് ഇപ്പൊ ഇത്രയും ടെറോസർ, പുറോസർ, സൈക്കോട്രോസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര്. ആ പേര് പോലും അതിനെങ്ങോട്ടും പറ. എത്ര ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സാ? എന്താ പറഞ്ഞത് അമ്മരാണേ. ഇതെല്ലാം നാട്ടുകാർ കേൾക്കുന്നുള്ളത്. ഇല്ലടാ, ഡൈനോസർ ചത്തു. എൻ്റെ ഒരു ചെറിയൊരു നൈറ്റ് സ്കിൻ കെയർ ആണ്. അപ്പൊ ഇതെന്റെ ഒരു ആക്നെ സ്പ്രേ ആണ്. കണ്ടോ, ഇങ്ങനെ ഫോം ആയിട്ട് വരും. നിങ്ങളുടെ വീട്ടിലെ ഒരു 4-5 വയസ്സുള്ള പിള്ളേരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? ലൈക്ക് ദിസ് ഇസ് ദെയർ സംശയ മിറ അല്ലേ? ഒരു കാര്യം തന്നെ കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും ചോദിക്കും. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ് ഗൈസ്. അല്ലേ ആര്യൻകുട്ടാ? അതെ, ഈ പറയുന്ന പോലെ അല്ല കേട്ടോ. ഇവർക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏജാണത്. ആണോ? ഞാൻ ഈ ഡാർവിന്റെ ഗോപു നേരത്തെ സത്യം പറഞ്ഞിട്ടല്ലോ. ഗോപു നേരത്തെ ചെക്കന് 5 വയസ്സായ എന്റെ മോന് ഗോപു പരിണാമ സിദ്ധാന്തം പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് നമ്മൾ പഠിച്ച മനുഷ്യന്മാരെങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ ശബദത്തിൽ ഞാൻ പറഞ്ഞു പോയി, അതൊന്നും പഠിക്കാൻ, അതൊന്നും പറഞ്ഞു കൊടുത്താൽ ഡൈജസ്റ്റ് ആവാനുള്ളത് ഇങ്ങനെ ആയോ പരിണാമൊക്കെ? എന്ത് പരിണാമം? എനിക്കതൊക്കെ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടേ. എന്റെ ദൈവമേ, ഇതെന്റെ ഒബ്സഷനാണ്. ലൈക്ക് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ക്രീമാണ്, ബോഡി ക്രീം. ദിസ് ഇസ് ഷാംപെയിൻ ടോസ്റ്റ്. വൗ. കാലിന്റെ അടിയിലോ? അതെന്തിനാ കാലിന്റെ അടിയിലൊക്കെ? എന്തിനാ ബാത്ത് ആൻഡ് ബോഡിയുടെ ക്രീം കാലിന്റെ അടിയിലൊക്കെ തെച്ചത്? എന്തൊരു ലക്ഷറിയാ നമുക്ക്. കാലിന്റെ അടിയാണ് എനിക്ക് അപ്പുറത്തെ. ഞാൻ മേത്തിടുന്ന ക്രീമാണേ. വായിലെന്തെങ്കിലും ഉണ്ടോ? ഓ അങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ വ്ളോഗ് എൻഡ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
കുട്ടി അതിന്റെ ഫോട്ടോ കാണിച്ചു തന്നാ മതി. എന്തിന്റെ ഫോട്ടോ? എനിക്ക് കുറച്ച് സ്ഥലം തരുമോ? ഫോട്ടോ അടിച്ചോട്ടെ. ഒരുപാട് കാലത്തിന് ശേഷം ഷൂട്ട് ചെയ്ത നമ്മുടെ വ്ളോഗാണ്. വലിയ സംഭവമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു ഡേ അങ്ങ് ഡോക്യുമെന്റ് ചെയ്തു ഞാൻ, ഒരു ആഫ്റ്റർനൂൺ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചിലപ്പം എപ്പോഴും കാണുന്ന പോലത്തെ മൊമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഒരു ലോ എഫേർട്ട് വ്ളോഗ്. അപ്പോൾ അത് വർക്ക് ആവുകയാണെങ്കിൽ, ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇതിന് വ്യൂസ് ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. അപ്പം താങ്ക് യു ഫോർ ബീയിങ് ദെയർ. ഗുഡ് നൈറ്റ്. ആരും കൂടെ എന്തോ പറയാനുണ്ട്, വെറുതെ ഞാൻ ഒരു വൈൻഡപ്പ് ചുമ്മാ ചെയ്തു. മൈക്കിൽ പറ. ഗുഡ് നൈറ്റ്, ബൈ. സ്കൂളിൽ പോയില്ലല്ലോ. നാളെ പോവും. ഓക്കെ, അമ്മ കാരണം എന്നെ ഇങ്ങോട്ടാക്കാത്തെ. അത് ശരി, അമ്മ കാരനാണ്, അതും ശരിയാണ്. ഹൗ വാസ് യുവർ ഡേ? ഗുഡ്, നോ ബാഡ്, ബിക്കോസ് അമ്മ എന്നെ സ്കൂളിലാക്കിയില്ല. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇവന്റെ ഫസ്റ്റ് ഡേ ഓഫ് വ്ലോഗ് ഞാൻ കരഞ്ഞത്? കാലം മാറി മക്കളെ, അതാ ഈ ചിടുങ്ങ് വലുതായി ഇത്രയായി. അമ്മ സ്കൂള് വിട്ടില്ലെങ്കിൽ കരയാത്ത രീതിയിലേക്ക് എന്റെ ആര്യൻകുട്ടൻ എത്തി. ഒരു ലോ എഫേർട്ട് വ്ലോഗാണ്. പറഞ്ഞ പോലെ ഇതില് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വ്ലോഗുകൾ കാണുന്നുണ്ടെങ്കിൽ, എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ എന്തൊക്കെയാ അതില് കണ്ടന്റ് എന്തൊക്കെയാ അവൾക്ക് ചെയ്തെന്ന്, കാരണം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്തൊക്കെയാ നടന്നെന്നുള്ളത്. സോ ഓക്കെ, ഇത് ഒരു നല്ല സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ എഫേർട്ട് ഇടാം, പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കാം. സോ നായികയുടെ സാരിയൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യുക. വിഷുവിന് നല്ല സാരീസ് ബുക്ക് ഇറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗുഡ് നൈറ്റ് പറയാം അല്ലേ ആര്യൻകുട്ടാ? ഗുഡ് നൈറ്റ് പറ. അത് ഉറങ്ങുമ്പോ ഇപ്പം മാറും. ഗുഡ് നൈറ്റ് ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ.